ഹലോ അനന്തുവാണ്. ഇന്നത്തെ ഒരു അടിപൊളി സൗണ്ടിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പ്രോഗ്രാം നമുക്ക് എറണാകുളത്താട്ടോ, ഒരു കോളേജിൻ്റെ ആർട്സ് ഡേ അങ്ങനെ സംബന്ധിച്ചുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് പ്രോഗ്രാം തന്നിരിക്കുന്ന മെലോറ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റിനുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. അപ്പോൾ എറണാകുളം വരെ പോകണ്ടെന്നാണ് പറഞ്ഞത്. എറണാകുളത്തിനും തൃപ്പൂണിത്തുറയ്ക്ക് ഇടയ്ക്കാണ് നമുക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പയ്യെ കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പോവാം. നാളെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നേരെ ബാക്കിയുള്ള വിശേഷത്തിലേക്കൊക്കെ പോകാം. മച്ചാന്മാരെ ഓരോ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്നേ ഉള്ളൂ. എന്നിട്ട് പെട്ടെന്ന് വെയിലും വന്ന്. അപ്പോൾ അത് കാരണം ആ ഗ്യാപ്പിന് നമ്മൾ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരത്തുണ്ട്, ജിത്തുണ്ട്, അമ്പാടിയുണ്ട്. അമ്പാടി നാളെ ഇതിനില്ല കേട്ടോ. അമ്പാടിക്ക് നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് അമ്പാടി വരുന്നില്ല. കാശി ഇവിടെ വന്നിപ്പോണ്ട്. കാശി ഒരു ഹായ് കൊടുത്തേക്ക്. കാശിയുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാധനം ഇനി ബാക്കിയെല്ലാം ഇതെല്ലാം കയറാൻ കിടക്കുകയാണ്. ഡ്യുവൽ സബ് സിംഗിൾ കയറി, ഇനി ലൈനറി ടോപ്പ് കയറ്റിയിട്ടുണ്ട്. ഇനി മോണിറ്റർ കാര്യങ്ങൾ റാക്ക് അതെല്ലാം കയറ്റാറുണ്ട്. അപ്പം അത് കയറ്റിയിട്ട് ഇനി ബാക്കി നമ്മുടെ ബാക്കി സാധനം എല്ലാം കയറി. നമ്മുടെ ഡ്യുവൽ സബും കയറി കേട്ടോ. ഇനി നമ്മുടെ ആമ്പ് ജിത്ത് ശരത്തോട് കയറ്റുവാണ്. നമുക്കിനി ഇത് കയറണം. പിന്നെ നമുക്ക് വേണ്ട ഒരു മൈക്ക് സ്റ്റാൻഡ് 5 ഉണ്ട്. പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം ഉണ്ട് കയറാൻ. അപ്പോൾ അതെല്ലാം ഒന്ന് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ ലിസ്റ്റ് നോക്കിയാണ് നമ്മൾ കയറ്റുന്നത്. നമ്മൾ വലിയ ദൂരെയുള്ള വർക്കിന് പോകുമ്പോൾ എല്ലാം അങ്ങനെയാണ്, ലിസ്റ്റ് നോക്കിയാണ് കയറ്റുന്നത്. എന്നെങ്ങാനും മിസ്സായി കഴിഞ്ഞാലേ. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് കയറ്റി എല്ലാം സെറ്റാക്കിയിട്ട് നോക്കണം. നമ്മുടെ സാധനങ്ങളെല്ലാം ഇന്നലെ എല്ലാം ലോഡ് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് രാവിലെ നമ്മൾ പയ്യെ പോവാണ്. നമ്മുടെ ശരത്ത് നമുക്ക് റോഡിലുണ്ട്. അവരുടെ വീട് അടുത്താണ്, അവിടെ നിൽപ്പുണ്ട്. പിന്നെ ജിത്ത് വന്നിട്ടുണ്ട്, രതീഷേട്ടൻ ഇപ്പോൾ വരും. ഇപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ജിത്ത് വന്നിട്ടുണ്ട്, ജിത്ത് രാവിലെ വന്നു. ഇനിയും രതീഷേട്ടനുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടി വന്നു കഴിഞ്ഞിട്ട് ഇനിയും പോകാൻ നേരത്തെ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ ഭവൻസ് കോളേജിൽ എത്തിയിരിക്കുക കേട്ടോ. ഇത് അവരുടെ ഗ്രൗണ്ടാണ്. നമ്മുടെ വണ്ടി കിടക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം കോളേജാണ് മൊത്തം, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് കേട്ടോ. പ്രോഗ്രാം നടക്കുന്ന ഇവിടാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. നമ്മൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റേജ്. കണ്ടോ, ഓപ്പൺ സ്റ്റേജാണ്. കണ്ടോ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇറക്കിയിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങൾ പയ്യെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഒരു ഡ്യുവൽ സബ് ഇവിടെ ഇടുന്നുണ്ട്. അതിന് മേളിലായിട്ട് 2 ലൈനറി ടോപ്പ്. പിന്നെ നമ്മളിവിടെ പവർ നമ്മുടെ ഷോക്കോ ആംപ്ലിഫയറെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു സിംഗിൾ സബ് ഒരെണ്ണം വെക്കുന്നുണ്ട്. ഇപ്പുറത്തും ഒരു സിംഗിൾ സബ് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്യുവൽ സബ് 2 ലൈനറി ടോപ്പ് അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സ്റ്റേജ് ഇത്ര ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മോണിറ്റർ ഈ ഭാഗത്തും ഒരു മോണിറ്റർ ആ ഭാഗത്തും വെക്കുന്നു. ഇത് ഡൈനാടെക് 2 ഒന്നുകിൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഫില്ല് ചെയ്യാനും, അതല്ല എങ്കിൽ ഇതാണ് ആ കാണുന്ന നമ്മുടെ സ്റ്റാൻഡിലോട്ട് കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇടുന്നത്. കാരണം ഇത്ര ഏരിയ ഉണ്ട് കണ്ടോ, ഇത്ര ഏരിയ ആണ് നമുക്ക് ഗ്രൗണ്ട് ഉള്ളത്. അപ്പം സ്റ്റേജ് ലൈറ്റ് പോകുന്നത് നമുക്ക് ഈ സൈഡിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമാണ്. ഈ ഒരു സൈഡിലുമാണ് നമ്മൾ സ്റ്റാൻഡ് ഇടുന്നത്. അത് ഹെവി സ്റ്റാൻഡ്, നമ്മുടെ വിഞ്ച് സ്റ്റാൻഡാണ് ഇടുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. മിക്സറുമായിട്ട് കൺസോളുമായിട്ട് നമ്മൾ ആ ഒരു പൊസിഷനാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേജ് ഏകദേശം കവറാവും കണ്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് പറയാം. കണക്ഷൻ കാര്യങ്ങളും മോണിറ്റർ ഏതൊക്കെയാണ് എല്ലാം. അപ്പോൾ ഗൈസ് ഞങ്ങളെ ഇന്ന് അമ്പാടി ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുപ്പ് നമ്മൾ കുറച്ച് സാധനങ്ങൾ കണക്ഷൻ കൊടുത്തിട്ടാണ് ബാക്കി കാണിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. കണ്ടോ, അവർ അവിടെ
അതിൻ്റെ സബും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ രതീഷ് ചേട്ടൻ്റെ ശരത്തെ ജിത്തെ ഞാനും മാത്രമേ ഉള്ളൂ. ഇന്ന് അമ്പാടിയില്ല, ഒരാൾ കുറവാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. അപ്പം ഞാൻ ജിത്തിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്നേഹിക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 28 ചാനലിൻ്റെ സ്നേഹിക്കാണ് നമ്മൾ. അവിടെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അവിടെ തന്നെ നമ്മൾ സ്നേഹിക്കിട്ടിട്ട് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളപ്പോൾ അതേണ്ട LR നേരെ ഒരു XLR കേബിൾ ഇട്ട് നേരെ സ്പ്ലിറ്ററിലോട്ട് കൊടുത്തിട്ടുണ്ട്. ബെർജറിൻ്റെ സ്പ്ലിറ്ററാണ്. സ്പ്ലിറ്ററിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് 1ഉം 2ഉം നമ്മൾ നേരെ എടുത്ത് നമ്മുടെ ലൈനറി, നമുക്കറിയാമല്ലോ ഡ്രൈവർ ആക്കി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈക്വലൈസർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്പ്ലിറ്ററിൻ്റെ 1ഉം 2ഉം നമ്മൾ ഒരു ചെറിയ XLR ഇട്ടിട്ട് നമ്മൾ DBXൻ്റെ ഈക്വലൈസറിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്നേഹിക്കലോട്ട് ഇതിൻ്റെ ABCD നമ്മളെ ലൈന് ഇൻപുട്ടാണ്. അത് നമ്മളൊരു പാച്ചിങ് കേബിൾ ഇട്ട് അതിൻ്റെ Aയും Bയും നമ്മൾ ലൈനറിയും, D നമ്മൾ സബും, C ഒരെണ്ണം നമ്മൾ സ്പെയറുമായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി നമുക്കത് ഇത്രയും സ്നേഹിക്കിൻ്റെ മൈക്ക് ഇൻപുട്ടാണ്. അത് നമ്മുടെ കൺവെർട്ടറുണ്ട്. കൺവെർട്ടർ അടിച്ച് നമ്മൾ കോൾലെസ് മൈക്കിനും ബാക്കി നമുക്ക് വേണ്ട സാധനത്തിനെല്ലാം നമുക്ക് അപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഡിലേ കൊടുത്തിരിക്കുന്നത് ഡിലേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെക്സിക്കോണിൻ്റെ MX 200 എന്ന് പറയുന്ന ഡിലേ ആണ് കേട്ടോ. നമ്മൾ വീഡിയോക്കകത്ത് മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിവർബും ഡിലേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ DBXൻ്റെ 234 ക്രോസ് ഓവർ, ബെറിഞ്ചറിൻ്റെ സ്പ്ലിറ്റർ വെച്ചിട്ടുണ്ട്, DBXൻ്റെ 2 ഈക്വലൈസർ, പിന്നെ നമ്മുടെ മിക്സർ വെച്ചിരിക്കുന്നത് GB2 ആണ്. GB2 ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഡിലേ പാച്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞുതരാം. ഈ 6 ഓക്സ് ഔട്ടാണുള്ളത്. അതിൽ 4 XLRും 2 ഫോണോ പിന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പം 5ഉം 6ഉമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ GB2 ഒക്കെ ഉള്ളവർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. GB2ൻ്റെ 5ഉം 6ഉം ഓക്സ് ഔട്ട് നമ്മൾ നേരെ എടുത്തിട്ട് ഈ ഡിലേയുടെ അനലോഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റും റൈറ്റും മോണോ ആണ് വരുന്നത്. അതിൻ്റെ ഇൻപുട്ട് മിക്സറിൽ നിന്ന് വരുന്ന ഓക്സ് ഔട്ട് നമ്മൾ നേരെ വന്നിട്ട് ഈ ഡിലേയുടെ ഇൻപുട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിലേയുടെ ഔട്ട്പുട്ട്, അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും അതും മോണോ തന്നെയാണ്. ആ ഔട്ട് നമ്മൾ ഫോണോ, ഇത് 4 ചാനൽ കേബിളാണ്, ഇത് ചാനൽ സ്നേഹിക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നേരെ വന്നിട്ട് നമ്മൾ സ്റ്റീരിയോയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 സെറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 2 ലെഫ്റ്റും റൈറ്റും നമ്മൾ ഒരെണ്ണത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇനി നമുക്ക് ഇവിടെ കൊടുത്താലും വർക്ക് ചെയ്യാം, ഈ ചാനലിൽ കൊടുത്താലും നമുക്ക് വർക്ക് ചെയ്യാം. നമ്മൾക്ക് അത്രയും ഓക്സ് ഔട്ടോ ഒക്കെ ഒന്ന് നമുക്ക് കൂടുതൽ കിടന്നോട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ പാച്ചിങ് വരുന്നത്. ഇത് നമ്മൾ തന്നെ വയർ ചെയ്താണ്. എൽക്കോ മേടിച്ചിട്ട് നമ്മൾ തന്നെ 2.1 വയർ ഇട്ടിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു AC ഒരെണ്ണം കണക്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാത്തിലും സപ്ലൈ വരും. ഇനി നമുക്കിനി സബ്ബാണ് പാച്ച് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് ഇവിടുത്തെ. ഇനി നമുക്ക് നേരെ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് 2 ഡ്യുവൽ സബ്, 4 ലൈനറി ടോപ്പ്, പിന്നെ 2 അഡീഷണൽ 2 സബും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. സബ് നമുക്ക് XRSൻ്റെ ഡ്യുവൽ സബും XTSൻ്റെ JBLൻ്റെ സീരീസ് വരുന്ന സിംഗിൾ സബുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എയറോൺസിൻ്റെ 5000 CA 5000 II എന്ന് പറയുന്ന സീരിയൽ നമ്പറുള്ള ആംപ്ലിഫയറാണ് എയറോൺസിൻ്റെ വെച്ചിരിക്കുന്നത്. ഡ്യുവൽ സബ് നമ്മൾ കൊടുക്കാൻ PA HD 80+, നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ടോപ്പ് കൊടുത്തിരിക്കുന്ന ആനോഡിൻ്റെ VK 4800 എന്ന് പറയുന്ന സീരീസ് വരുന്ന ആംപ്ലിഫയറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്കിന്ന് ബെറിഞ്ചറിൻ്റെ 2 പുതിയ മോണിറ്റർ കൂടി നമുക്കുണ്ട്. അതും കൂടി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബെറിഞ്ചറിൻ്റെ മോണിറ്ററാണ് കേട്ടോ. B215 എന്ന് പറയുന്ന 2-വേ ഇതാണ്, സർക്യൂട്ടാണ്. 400 വാട്ട്സ് പവറാണ് അതിൻ്റെ പറയുക കേട്ടോ. അതായത് RMS പവറാണ് 400 വാട്ട്. അപ്പോൾ നമുക്ക് പീക്ക് എന്ന് പറയുമ്പോൾ ഒരു 800 വാട്ട് നമുക്ക് ലോഡ് ചെയ്യാം. പിന്നെ ഇവിടത്തിൽ അങ്ങനെ ഒരു XLR ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, പിന്നെ ഒരു ഫോണോ ഇൻപുട്ടുണ്ട്, ഒരു ലെവൽ കൺട്രോൾ ഉണ്ട്, പിന്നെ ഹൈ ലോയെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു പുഷ് ബട്ടൺ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് നമ്മുടെ ഡൈനടെക്കിനെ അപേക്ഷിച്ച് വേറൊരു മോഡലാണ് കേട്ടോ. വേറൊരു ലുക്കാണ് വരുന്നത്. ഒരു എയർ ഹോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 2 ബെറിഞ്ചറിൻ്റെ ഈ സെയിം സീരീസ് വരുന്ന 2 മോണിറ്ററും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഡൈനടെക്കാണ്. ഡൈനടെക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ വരുന്ന ഡൈനടെക്കാണ്. ഡൈനടെക്ക് നമ്മൾ പല വർക്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെ ഇരിക്കുന്ന 2 മോണിറ്റർ പഴയ നമ്മളുണ്ടായിരുന്നതാണ്. 2 നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഒന്നുകിൽ നമ്മൾ സബിൻ്റെ മേളിൽ വെച്ച് ഇവിടെ ഫില്ല് ചെയ്യാൻ കൊടുക്കും. അതല്ല എങ്കിൽ നമ്മൾ ലൈനറി തുറന്നു കഴിഞ്ഞ് നമുക്ക് ഈ ഇത്ര ഓഡിറ്റോറിയം, ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്ര ഓഡിറ്റോറിയം ഉണ്ട്. ആ അത്ര ഏരിയ നമുക്ക് ഇതിനകത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ നോക്കും.
നമുക്ക് പറയുന്ന സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സബിൻ്റെ മേളിൽ തന്നെ ഡൈനാടെക് ഇടുന്നതാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഫില്ലാവും. ഇപ്പോൾ DJ ഒക്കെ വൈകിട്ടുള്ളതുകൊണ്ട് ഫ്രണ്ട് ഫില്ലാവും. ഇനി അഥവാ ഫില്ല് ആയില്ല എങ്കിൽ നമ്മൾ അവരുടെ 2 ബോക്സ് അവിടെ ഇരിപ്പുണ്ട്, അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ സ്റ്റാൻഡിലോട്ട് നമ്മുടെ ഡൈനാടെക് ഇട്ടിട്ട് ഇവിടെ ഫില്ല് ചെയ്യും. അങ്ങനെയാണ് പ്ലാനിങ്. ബാക്കി എൻ്റെ AC സപ്ലൈ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണുക. നമ്മുടെ ഷോക്കോ നിങ്ങൾ നേരത്തെ വീഡിയോക്കകത്ത് കണ്ടിട്ടുള്ളതാണ്. സിംഗിൾ ഫേസ് ഷോക്കയാണ്. നമ്മളത് ലോഡ് ചെയ്തിട്ടില്ല, കുറച്ച് ദൂരെ നിന്നാണ് സപ്ലൈ എടുക്കേണ്ടത്. അപ്പം നമ്മൾ 720 വയറൊക്കെ ഇട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഷോക്കോടെ കേബിളെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് വരണം. ഇപ്പോൾ സപ്ലൈ ഒന്നും പിടിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ സ്നേക്ക് ഇട്ടു. മിക്സറിൻ്റെ ഭാഗത്ത് കുറച്ച് വയറിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ആംപ്ലിഫയർ സെക്ഷനെ വയറിങ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. രതീഷേട്ടനും ശരത്തും കൂടി സബിൻ്റെ എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സബിൻ്റെ എല്ലാം അവർ കൊടുത്തു. നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ 2.5-ൻ്റെ 14 ഗേജ് വരുന്ന 2.5-ൻ്റെ കേബിളാണ് നമ്മൾ ടോപ്പിന് കൊടുക്കുന്നത്. 4 mm² ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം നിലവിൽ ഇത്രയാണ് നമ്മൾ കണക്ഷൻസ്. ബാക്കി ഇപ്പോൾ സപ്ലൈ വന്നു കഴിഞ്ഞ് ബാക്കി ചെക്കിങ്ങും ഡിലേ സെറ്റ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വേണ്ട സപ്ലൈ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ടൂൾ ബാഗ് കേട്ടോ, അതെ ഒന്ന് കാണിച്ചേക്കാം. എൻ്റെ ടൂൾ ബാഗ് 3-4 പ്ലെയർ ഉണ്ട്. കാരണം ഈ പിന്നടിക്കാനൊക്കെ പോകുന്നുണ്ടേ, പിള്ളേരെല്ലാം ഉണ്ട്, അവന്മാരെല്ലാം പ്ലെയറാണ്. കട്ടർ കാര്യങ്ങൾ, ഒരു എൽക്കോമ കാര്യങ്ങൾ അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ്, നമ്മുടെ അരം, പിന്നെ ഒരു ഫ്യൂസ്, ഇത് വണ്ടിയുടെ കേട്ടോ. അങ്ങനെ നട്ടും ബോൾട്ട്, അങ്ങനെ ഇത് ലൈനറിയുടെ, പിന്നെ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെയാണിത്. നമുക്കപ്പോൾ നേരെ ലൈൻ പിടിക്കാൻ പോകാം. ഗൈസ്, ഇവിടുന്ന് സപ്ലൈ എടുക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തോ സിംഗിൾ ഫേസ് വന്ന് കിടപ്പുണ്ട്, മോട്ടറിന് എന്തോ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ 100 kV ആണ്, കിർലോസ്കറാന്ന് തോന്നുന്നു, ലെയ്ലാൻഡാന്ന് തോന്നുന്നു, അത് നമുക്കറിയത്തില്ല. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കാണ് ഇവിടെ ചേഞ്ച് ഓവറെല്ലാം. കറണ്ട് പോയി 3 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. കറണ്ട് വന്നു കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ DJ സെറ്റ് ഓഫ് ആവുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ചേഞ്ച് ഓവർ സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് സപ്ലൈ എടുത്തുവാൻ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് അഴിക്കുക കേട്ടോ. കാരണം ഈ സപ്ലൈ എടുക്കുന്നവരെ കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചില വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് ചേട്ടാ സപ്ലൈ എടുക്കുന്നതും കൂടി ഒന്ന് കാണിക്കണം, ഞങ്ങൾക്ക് തുടക്കക്കാരായിട്ടുള്ള ഞങ്ങളുണ്ട്, അപ്പം ഞാൻ കൂടി പ്രയോജനപ്പെടാനാണെന്നാണ് അവർ പറഞ്ഞ കേട്ടോ. ഞാനും ഒക്കെ ഇങ്ങനെ തന്നെ തുടങ്ങിയോണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഇത് പ്രൊഫഷണൽ വലിയ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിക്കുന്നതല്ല. അവർ ദയവ് ചെയ്ത് ഇതൊരു ബോറടിയായിട്ട് പറയരുത്, വീഡിയോയ്ക്കകത്ത് കമൻ്റ് ഇടരുത്. നമ്മുടെ എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന, ഇതിനോടുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടം കൊണ്ട് തുടങ്ങുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഈ സപ്ലൈ എടുക്കുന്നതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് ന്യൂട്രലെന്നോ ബേസെന്നോ അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ആദ്യം ഒന്ന് നോക്കണം. അപ്പം ഒന്നും കാണിക്കുന്നില്ല, നമുക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ DBക്കകത്ത് കേട്ടോ നമ്മൾ സപ്ലൈ എടുക്കുന്നത്. അപ്പുറത്തെ DBക്കകത്ത് എന്തോ ഇൻകമിങ് വരുന്ന കേബിളെ ഫേസ് ഇല്ല. ഒരു 1.5-ൻ്റെ അവത്തേൽ ഒരു മോട്ടർ ഓടിക്കാനുള്ള മാത്രമേ ഇവിടെ കിടപ്പുന്നുള്ളൂ. സപ്ലൈ ഉണ്ട്, പക്ഷേ അവത്തെ നമുക്ക് ഇത്ര ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ വയർ പോകും. അതുകൊണ്ട് ഇവിടെ വേണ്ട UG കേബിളാണ് വന്നിരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാം. RYB ന്യൂട്രൽ വന്നിട്ടുണ്ട്. അത് നേരെ വന്നൊരു ഐസൊലേറ്റർ 63 ആംപിയർ ഐസൊലേറ്ററെ കയറിയിട്ട് 4 പോൾ ഐസൊലേറ്ററെ കയറിയിട്ട് അവിടുന്ന് ELCB ആണ്. നമ്മൾ ELCB ഒഴിവാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇത്ര ലോഡ് കൊടുക്കുന്നതുകൊണ്ട് 30 മില്ലി ആംപിയർ ആണ് കണ്ടോ. 30 മില്ലി ആംപിയറിൽ കൂടുതൽ ലോഡ് അവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് ആവും. നമ്മുടെ ഹ്യൂമൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ELCB ഒഴിവാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ കേബിൾ നമുക്ക് മാറ്റാൻ വേണ്ടി രതീഷേട്ടനും ശരത്തും കൂടെ അങ്ങോട്ട് പോയി, ഞാനും ജിത്തും കൂടി ഇവിടെ അഴിച്ചു വെച്ചിരിക്കുന്നു. അപ്പം കണ്ടോ, പിന്നെ വേണ്ടതേ നാളത്തെ അവരുടെ ആർട്സിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഓരോന്നൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക കണ്ടോ. നല്ല കളർഫുള്ളായിട്ട് സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ. നല്ലൊരു വലിയ കോളേജാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജ് വരുന്നത് കേട്ടോ. ഭവൻസ് കോളേജ് എന്നാണ്. കൊച്ചു കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾ തൊട്ട് എത്രാം ക്ലാസ് വരെ എനിക്കൊന്ന് കോളേജ് രീതിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. +2 കഴിഞ്ഞു എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. വലിയൊരു ഏരിയ കേട്ടോ. നല്ലൊരു വലിയൊരു ഏരിയ ആണ്. എല്ലാവരും നീറ്റ്നെസ് ആട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള സ്പോർട്സ് അങ്ങനെ എല്ലാത്തിനും
ഓരോരോ സെക്ഷനായിട്ട് ഓരോ ഇപ്പോൾ ഓരോ കോളേജിലൊക്കെ പിള്ളേർക്ക് ഓരോരോ ആക്ടിവിറ്റീസൊക്കെ അല്ലേ, ഓരോ ടേസ്റ്റാണ് എല്ലാത്തിനും. അപ്പം ഓരോ കുട്ടികളുടെയും അവരവരുടെ കഴിവ് തെളിയിക്കാനുള്ള എല്ലാ ഒരു സജ്ജീകരണങ്ങളും ഈ കോളേജിലുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് വന്നേ ഉള്ളൂ. കണ്ടോ, നിങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് കാണിച്ചാൽ, വലിയ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ചെന്നിട്ട് കാണിക്കാം. ലൈബ്രറി ഉണ്ട്, അങ്ങനത്തെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ലീവി അവർ വയറെടുക്കാൻ പോയി ഒരു 10 മിനിറ്റ് ഒരു താമസം വന്ന്, ആ ഒരു താമസം കൊണ്ട് നിങ്ങളെ ചുറ്റുപാടും കാണിച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വയറിൻ്റെ കണക്ഷൻ കാര്യങ്ങളിലേക്ക് പോകാം. മച്ചന്മാരെ തേട്ടെ, അതാ സ്റ്റേജ് കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്തൊരു ഇവിടുന്ന് കാണിച്ചു കൊടുത്തേ, ഇപ്പുറത്തെ ഒരു ഏരിയ കേട്ടോ. കണ്ടോ, ഇത് വേറൊരു ഏരിയ ആണ്. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർ താണ്ട് അവിടെ നിൽപ്പുണ്ട്. അവർ ആ കേബിൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തരണം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ അവിടെ വന്ന് കേബിൾ വന്നു കേട്ടോ. വാ. അപ്പോൾ ഗൈസ്, നമ്മൾ വേണ്ടതേ ഇവിടെ ഒരു ഞുണുക്ക് വിദ്യ കാണിച്ച് ഈ കേബിള് ഇവിടെ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഉടക്കുവാണ്. ഇൻ കേസ് എങ്ങാനും ആരെങ്കിലും കാലും എല്ലാം തട്ടിയാലേ പോകരുതല്ലോ, അത് കാരണം നമ്മളിന്ന് ഉടക്കിയിടുവാണ്. അവരപ്പുറത്തെ കൊടുത്തോന്ന് നോക്കിയിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് വേണ്ടതേ ഈ മാറ്റിന് അടിയിൽ കൂടെ കിട്ടേക്കും. മാറ്റിന് അടിയിൽ കൂടെ ആണെങ്കിൽ നമുക്കൊരു തട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് നമുക്ക് നമ്മളതേ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെത്തൊന്നും ഇല്ലാത്ത വയറാട്ടോ, പുത്തൻ വയറായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇടാം. ഇതുവഴിയാണെങ്കിൽ ഇവിടെ കിടന്നോളും. അപ്പം അങ്ങനെ നമ്മൾ സപ്ലൈഡ് അത് അവിടെ വരെ കൊടുത്തിട്ടുണ്ട്. അവരോട് ചോദിക്കണം കേട്ടോ. അത് കൊടുത്തോ? ചാർജ് ചെയ്തേക്കട്ടെ? ആ, ജോയിൻ്റ് അടിച്ചോ? അവർക്ക് കൊടുത്തോട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ്ട് നമ്മൾ ഐസൊലേറ്റർ 4 പോൾ ഐസൊലേറ്റർ കൊടുക്കുകയാണ്. താഴെ സപ്ലൈ ഉണ്ട്, അതായത് നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ. റെഡ്, യെല്ലോ, ബ്ലൂ, ന്യൂട്രൽ. അപ്പോൾ താഴെ സപ്ലൈ വരുന്ന ഇൻകമിങ് ആണ്. അപ്പം മേളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഐസൊലേറ്റർ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഇവിടെയൊക്കെ ലോഡ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ലൂസ് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ ആർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനിയും മേളിലില്ല സപ്ലൈ, നമ്മൾ ആർ ഫേസിൽ നിന്ന് എടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഓഫ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കയ്യോ വല്ലതും നമുക്കൊന്ന് മുട്ടുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് കേൾക്കും. പിന്നെ ന്യൂട്രൽ ഇങ്ങ് അറ്റത്തുനിന്ന് കേട്ടോ. ന്യൂട്രൽ പക്ക ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഐസൊലേറ്ററിൻ്റെ മേളിൽ നിന്ന് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. ന്യൂട്രൽ നല്ലപോലെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫേസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈബ്രറിക്കകത്തോട്ടൊക്കെ ഉള്ളതാണ്. അപ്പം UPS കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളത് ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സപ്ലൈ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. നമ്മളിനി നാളെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇത് പഴയതുപോലെ ആക്കി കൊടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ സപ്ലൈ നമ്മൾ ചാർജ് ആയിട്ടുണ്ട്. കണ്ടോ, ചാർജ് ആയിട്ടുണ്ട്. ഷോക്കോയ് സപ്ലൈ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ താഴത്തെ നമ്മൾ 2 ഡ്യുവൽ സബ്, മേളത്തെ 2 സിംഗിൾ സബ്, ലൈനറി കൊടുത്തിരിക്കുന്ന ടോപ്പയിലാണ്. ഇനി നമ്മുടെ അത് റേസിങ് കാര്യങ്ങളെല്ലാം ഒന്ന് പാച്ച് ചെയ്യണം, സപ്ലൈ കൊടുക്കണം, വരുന്ന സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളോട് കൊടുത്തിട്ട് നമുക്ക് പയ്യെ ചെക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മിക്സറിൻ്റെ എല്ലാവരും നേരെ കൊണ്ടുവന്ന് നമ്മൾ സ്പ്ലിറ്ററിൻ്റെ ഇൻപുട്ടൊക്കെ കയറി അവിടെ നിന്ന് സ്പ്ലിറ്ററിൻ്റെ 2 ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഈക്വലൈസറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ലൈനറിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ABCD 4 ഔട്ട്പുട്ടുണ്ട്. അതിൽ Aയും Bയും നമ്മൾ ലൈനറിക്കും, D നമ്മൾ സബിനുമാണ് ഇടുന്നത്. നിലവിൽ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്.
അപ്പം ആ ഒരു പാച്ചിങ് ചെയ്യുന്ന ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ രണ്ടാമത് കാണിച്ചു തരാം. നമ്മളിതേ 1 2 3 4 5 6 ഓക്സിനകത്ത് നിന്ന് 4ാമത്തെ ഓക്സ് നേരെ നമ്മൾ ഒരു XLR ഇട്ട് നേരെ ക്രോസ് ഓവറിൻ്റെ ഇൻപുട്ടേ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സബ് ഔട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കണ്ടോ, അതെ ലോ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ലോ ഔട്ട് എന്ന് പറഞ്ഞ് ആ ലോ ഔട്ട് മാത്രം നമ്മളെടുത്ത് നേരെ അവിടുന്ന് വന്ന് DA നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയാണ് നമ്മൾ ഡിയും എയും ഡിയും ടോപ്പിനും ഡി നമ്മൾ സബിന് കൊടുക്കുന്നത്. ബാക്കി ഇനി അവിടുത്തെ കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ പറയാം. അപ്പോൾ അതെ മച്ചന്മാരെ, നമ്മൾ ലൈനർ ചെയ്യാനുള്ള കേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സബ് പാച്ച് ചെയ്യാനുള്ള കേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ലൈനറുടെ കേബിളുണ്ട്. നമ്മുടെ ഒരു ഔട്ട്പുട്ട് വന്നിട്ട് 4 ആകുന്ന കണ്ടോ, അത് 2 സെക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നമുക്കുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്നേക്ക് കേട്ടോ. A B C D പിന്നെ 24 ഇൻപുട്ടാണ്. നമ്മളിപ്പോൾ എയും ബിയും ലൈനറി, ഡിയും നമ്മൾ സബ്ബുമാണ്. ബാക്കി നമുക്ക് കോർലെസ്സും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനപ്പോൾ കണക്ഷൻ കൊടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ സബും ടോപ്പും പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സബിൻ്റെ ഒരു ഔട്ട് വന്നിട്ട് നേരെ നമ്മുടെ HD80ൻ്റെ ലെഫ്റ്റും റൈറ്റും കയറിയിട്ട് അവിടുന്ന് ലെഫ്റ്റും റൈറ്റ് ഔട്ട് നേരെ നമ്മൾ 2 XLR കേബിളിട്ട് നേരെ അത് നമ്മുടെ 5000ത്തിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഒരു സബ് നമ്മുടെ 5000-നും 5000 2 സിംഗിൾ സബും HD80 2 ഡ്യുവൽ സബും ആനോടെ നമ്മുടെ ലൈനറി ടോപ്പുമാണ്. ഇത്രയാണ് കണക്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് പയ്യെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാ. അപ്പം ബ്രോ, നമ്മുടെ ഒരു ഏകദേശം ഒരു 90% നമ്മൾ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ടിൽ 2 ബോക്സ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, 2 മോണിറ്റർ ഇട്ടിട്ടുണ്ട്, സബ് ടോപ്പ് അപ്പുറത്തിട്ടു, LED പാർ നമ്മൾ പാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ 4 പേരെ ഉള്ളതുകൊണ്ട് എല്ലാ പണിയും നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്യുന്ന വീഡിയോ എടുക്കാതെ. കാരണം ഒരാൾ വീഡിയോയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ LED പാർ നമ്മൾ പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോർലെസ് നമ്മൾ സെൻസറിനെയാണ് കോർലെസ്, അത് നമ്മൾ റിസീവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ 2 ഡൈനാടെക് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓണാക്കാം. ബാ. പിന്നെ സിംഗിൾ സബിൻ്റെ മേളിലോട്ടാണ് നമ്മൾ മോണിറ്റർ വെച്ചിരിക്കുന്നത്. നമ്മൾ സൈഡ് ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഒന്ന് ഫില്ലാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഓവർ വോളിയം കൊടുത്ത് ലൈനറിക്ക് ഹെവി ലോഡ് കൊടുക്കണ്ട. എന്നാലും നമ്മൾ ആ ലൈനറി കൊണ്ട് ഈ ഓഡിറ്റോറിയം ഫില്ലാണ്. എന്നാലും നമ്മളൊരു ആ സ്റ്റാൻഡേർഡ് പ്രോഗ്രാമിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ഡൈനാടെക് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പുറയിലത്തെ ഒന്ന് എല്ലാവരും 2 നമ്മൾ ഫുൾ ഇടുക കേട്ടോ. 2ഉം, അതായത് നമ്മൾ ലൈൻ വോളിയം ഫുള്ളും മാസ്റ്റർ വോളിയം നമ്മൾ ഹാഫേ വെക്കുന്നുള്ളൂ. സബും ബാസും ട്രബിളും നമ്മൾ മീഡിയം സെൻറ്റർ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് ഇവിടെ നമ്മൾ അപ്പുറത്തോട്ട് ലൂപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ 2 ഡൈനാടെക് നമ്മൾ പാച്ച് ചെയ്തിട്ടുണ്ട്. AC ഒരു അവിടെ നമ്മളോട് സെപ്പറേറ്റ് AC ഇട്ട് അതിന് കൊടുത്തു. അവിടുന്ന് AC ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിഗ്നൽ നമ്മൾ മിക്സറിന്ന് C ചാനൽ നിങ്ങൾ ആദ്യം കണ്ടാണ്. C ചാനൽ നമ്മൾ ഒരു സ്പെയർ ഇട്ടിരുന്നതാണ്. അതിലാണ് നമ്മൾ സ്പ്ലിറ്റർ വഴി കയറ്റി കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്ത് അതായത് മിക്സറിൽ നമുക്കൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഡൈനാടെക് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ അവിടെ നിന്നുള്ള ആ സിഗ്നൽ നേരെ വന്ന് XLR ഇവിടെ കയറിയിട്ട് അതിൻ്റെ ഔട്ട് നേരെ എടുത്ത് ഇങ്ങോട്ട് പാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാ. നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൈനാടെക് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇനി അടുത്തൊരു നോൺ കോപ്പിറൈറ്റ് സോങ് വന്നിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. വേറെ ഏതെങ്കിലും സോങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. നോൺ
കോപ്പിറൈറ്റ് സോങ് ഇട്ട് നമ്മൾ ചെക്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ നോൺ കോപ്പിറൈറ്റ് സോങ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ട് വീഡിയോ ചെയ്യണം ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നത് അതിനപ്പുറത്തോട്ട് നമുക്കൊരു വാക്കില്ല. അപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്യാൻ പോകണം കേട്ടോ. ആദ്യം നമ്മൾ ഡൈനാടെക്കാണ് നമ്മൾ ഓണാക്കുന്നത് കേട്ടോ. നമ്മൾ 2 ഡൈനാടെക്കാണ് നമ്മൾ ആദ്യം ഓണാക്കിയിരിക്കുന്നത് കേട്ടോ. ലൈനറി ടോപ്പും കൂടി നമ്മൾ തുറക്കാൻ പോകട്ടോ. നമ്മളിപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി ഓണാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ ടോപ്പ്, ഡൈനാടെക്, നമ്മുടെ സബ് എല്ലാം കൂടാണ്. ഈ സബ് മാത്രമായിട്ട് കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ നമ്മുടെ മോണിറ്ററും കൂടി കൊടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. LED വാളുകാർ വന്നു, അവരുടെ സെറ്റിങ് കഴിഞ്ഞു, നമ്മുടെ സൗണ്ട് ചെക്കിങ് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നാളെയാണ് പ്രോഗ്രാം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ റൂം എടുത്തിരിക്കുകയാണ്, അങ്ങോട്ട് പോവാം. അപ്പോൾ ബാക്കി പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം നാളെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ. അപ്പം മെച്ചമാരെ നമ്മുടെ രാവിലെ ഓപ്പണിങ് എല്ലാം പ്രോഗ്രാം എല്ലാം ഓപ്പണിങ് ആകാൻ തുടങ്ങി. പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. നമ്മൾ എല്ലാ സെറ്റപ്പും കഴിഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സും ബാക്കി കുട്ടികൾ അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം എത്താൻ തുടങ്ങി. നമ്മുടെ സൗണ്ട്, ലൈറ്റ്, LED വാള്, ഫോഗ്, അങ്ങനത്തെ അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ ഫൈനൽ ചെക്ക് ചെയ്ത് അവരെ കാണിച്ചിട്ടുണ്ട്. ഇനി പയ്യെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം തുടങ്ങുന്ന 1 by 1 ആയിട്ട് കാണിക്കാം. ഓക്കെ. Which inspire managers to live in the moment, lead with purpose, and take bold decisions with forward thinking for the purpose of getting long-term goals. That is YOLO. So let us celebrate YOLO today. And at the heart of this vibrant institution, technology is also used to differentiate hierarchy and workflow nowadays. So if one employee wants to communicate anything to higher authority. Thank you, ma'am, for your warm welcome. Dr. Deepa Umithan, Dean, Bhavatram Institute of Management, a distinguished academic leader with a wealth of experience in both industry and research. Study of valedictory, and I consider it as an honor to give the valedictory because today, as we're going the curtains of CDC 2024, you're very keen to know who are the winners, and you are also happy. ഒരുപാട് താങ്ക്സ്. ഇവിടെ നിന്ന് 100 പേര് പോയി നമ്മുടെ സിനിമ കണ്ടു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ സിനിമകൾ വിജയിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ വിസിറ്റിങ്ങും പരിപാടിയായിട്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കോളേജുകളിൽ പോകാറില്ലെന്നല്ല, സത്യം പറഞ്ഞാൽ വിളിക്കാറില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പടവും ദൈവാനുഗ്രഹം കൊണ്ട് ഹിറ്റാവുകയും അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ പോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഫംഗ്ഷനിൽ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കാന്നറിയാം. ബട്ട് താങ്ക് യു ഫോർ വെയിറ്റിംഗ് ഫോർ അസ്. ആരും വീട്ടിൽ പോകാതിരുന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ അസീസിക്ക് പറഞ്ഞല്ലോ മറ്റേ എന്താ ഇവർക്ക് വേണ്ടാത്തതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കണതെന്ന്. ഞങ്ങളോട് പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറി ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ എന്നുള്ളത്. അപ്പം ഒരു ഐ റിക്വസ്റ്റ് യു ടു ടോക്ക്. ഒരു ആനന്ദ് ശ്രീബാലനെ കുറിച്ച് ഒരു 2 വാക്ക് ഇംഗ്ലീഷിൽ. വെരി നൈസ് ഫിലിം. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു അറിയാമെന്ന് മനസ്സിലായി. അല്ല, നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പം അറിയാമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ 100 ആൾക്കാർ ടിക്കറ്റ് എടുത്ത് സിനിമ പോയി കണ്ടു എന്ന് പറഞ്ഞു. ഇതുവരെ പോയ ഒരു കോളേജിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ല. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു എന്റർടൈൻമെന്റിലുപരി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയും കൂടെയാണ്. ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് എ സോഷ്യൽ കോസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കോളേജിലും ഇതുപോലെ ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പറ്റാത്തൊരു സിനിമയാണ് ഇതെന്നുള്ളത്. അപ്പം വാട്ട് എവർ യു ഡിഡ് വാസ് എ റിയലി ഗുഡ് ഗ്രേറ്റ് ജോബ്. ലൈക്ക് അപ്പാർട്ട് ഫ്രം ഞാൻ എല്ലാ സ്റ്റേജിലും ഇത് പറഞ്ഞു, അപ്പാർട്ട് ഫ്രം ഞങ്ങളുടെ പടം ഹിറ്റ് ആവണം, പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടണം എന്നുള്ളതിലുപരി വി ഓൾസോ വാണ്ടഡ് ദിസ് ഫിലിം ടു ബി എന്താ പറയുക ഡിസ്കസ്ഡ് ബിക്കോസ് ദിസ് സബ്ജക്ട് വി ആർ ഹാൻഡ്ലിംഗ് ഇൻ ദ മൂവി അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ. സോ താങ്ക് യു ഓൾ സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ്. അപ്പൊ ഇന്നിവിടെ കോമ്പീറ്റ് ചെയ്ത എല്ലാവർക്കും ഇപ്പം റിസൾട്ട് അറിയാൻ പോകുന്ന എനിക്കറിയാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിന്നേഴ്സ് തന്നെ കൺഗ്രാറ്റുലേഷൻസ്. നമ്മളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്, നമ്മളിവിടെ ഉണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് അസീസിക്കാരുടെ ഒരു അടിപൊളി പാട്ടുണ്ടാവും. പിന്നെ ആക്ടർ ഡോക്ടർ ഡാൻസ് കളിക്കും, ഷീബ നല്ല ഡാൻസ് കളിക്കും. എന്റർടൈൻമെന്റ് ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിലാഷേട്ടനും പാട്ട് പാടും, അപ്പൊ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് us.
വന്ന് പ്രിൻസിപ്പലിനോട് ചോദിച്ചു, ഏത് പടമാണ് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പടമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇവളൊന്ന് പഠിച്ചറിയുമ്പോൾ ഞാൻ ഒരു പടം ചെയ്യുമെന്ന് തോന്നുന്നു. അവളിപ്പോൾ ഭവനത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മാളികപ്പുറമായിട്ട് എത്തി, ഞാൻ ഈ വർഷം ആനന്ദ് ശ്രീപാലായിട്ട് എത്തി. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ അതിനുവേണ്ടി വരുമ്പോൾ എൻ്റെ മകളെ വന്ന് സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ അതിനോട് ചേർന്നുള്ള ഈ കോളേജിൽ വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വരും, എൻ്റെ കൂടെ ഇവരെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ കണ്ട സ്ഥിതിക്ക് കാണാത്തവരോട് അതിനെപ്പറ്റി സംസാരിക്കും, ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ കൂടുതൽ സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കുന്നില്ല. ഇത് ആക്ച്വലി ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമ ഇതിന്റെ പോക്കിൽ ഒരുപാട് ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഉള്ളതാണ്. സോ ഇത് ആ രീതിയിൽ നിങ്ങളെ ഒരുപാട് എന്റർടൈൻ ചെയ്യും. ജോബ് ഉപേക്ഷിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വണ്ടി കയറിയാണെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചാൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഓടി ഇന്നൊരു വലിയ ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അഭിലാഷയോടും കൃഷ്ണനോടും എന്റെ നന്ദി ഞാൻ ഈ വേദിയിൽ വെച്ച് അറിയിക്കണം. അർജുന അശോകൻ അസിലൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതാണ്. കാരണം അവർ ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. കാണുന്ന ഭയങ്കര ചില്ലാണ് സെറ്റിലും ഓൺ സ്ക്രീനിലും. അതുപോലെ അവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പറ്റി എനിക്ക്. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമാകട്ടെ അങ്ങനെ. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കേട്ടോ. 10 മണിയായി, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിത് പാക്കപ്പാണ്. ഓരോരുത്തരുടെ നമ്മുടെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. സബ്ബെല്ലാം എനിക്ക് കയറ്റണം. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.